എല്ലാവർക്കും ബെസ്റ്റ് ബെറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. നമ്മൾ സാധാരണ SSC ബാങ്ക് കോച്ചിങ്ങിനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൂട്ട് ടു വേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സിനോണിംസ് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് റൂട്ട് ടു വേർഡ് ടെക്നിക്ക്. അതൊരു വേർഡിന്റെ റൂട്ട് ടു വേർഡ് കണ്ടെത്തി അതുമായി കണക്ട് ചെയ്തിട്ട് വരുന്ന വാക്കുകൾ പഠിക്കുന്ന ഒരു ടെക്നിക്ക്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സിനോണിംസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരു 5 റൂട്ട് വേർഡ് നിങ്ങളെ പരിചയപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട PSCക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതമായിട്ടുള്ള കുറച്ച് വേർഡുകൾ ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. നമുക്കത് ഡിസ്കസ് ചെയ്യാം. സിനോണിംസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ്. ഒരു വേർഡിന്റെ മീനിങ്, സിമിലർ മീനിങ്, അതാണ് സിനോണിംസ്. ഒരു വേർഡിന്റെ സിമിലർ മീനിങ് ആണ് സിനോണിം. സിനോണിം എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആന്റോണിം എന്നാണ്. ആന്റോണിം, ആന്റോണിം വിപരീത പദം, ഇത് പര്യായ പദം എന്നാണ് ഇതിന്റെ അർത്ഥം. സിനോണിം, ആന്റോണിം. നമ്മളിവിടെ റൂട്ട് ടു വേർഡ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു വേർഡ്. ഈ ടെക്നിക്കിൽ ഈ വേർഡിൽ നിന്നും വലിയ കാര്യമില്ല. നമ്മൾ ജസ്റ്റ് എന്താണ് മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. നോക്കിയേ, ഒരു സെന്റൻസിൽ നിങ്ങൾ എവിടെയെങ്കിലും ഓംനി, ഓംനി എന്ന് പറയുന്ന വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾ എന്നാണ്. ഓംനി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓൾ, ഓൾ, ഓൾ എന്നാണ്. ഒരു വേർഡ് നോക്കാം നമുക്ക്. ഒന്നാമത്തെ വേർഡാണ് ഓംനിപൊട്ടന്റ്. ഓംനിപൊട്ടന്റ് ഒരു വേർഡ് ഞാൻ എടുത്തു, ഓംനിപൊട്ടന്റ്. ഈ വേർഡിനെ ഞാൻ ഓംനി എന്നും പ്ലസ് പൊട്ടന്റ് എന്നും രണ്ടായിട്ട് പിരിച്ചെഴുതി. ഈ ഓംനിപൊട്ടന്റ് എന്ന് പറയുന്ന വേർഡിനെ ഞാൻ ഓംനി എന്നും പൊട്ടന്റ് എന്നും രണ്ടായിട്ട് പിരിച്ചെഴുതി. ഓംനി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഓൾ എന്നാണ്. ഓൾ, ഓൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ, എല്ലാം എന്നുള്ള അർത്ഥമാണ്. ഇവിടെ നമുക്ക് സർവ, സർവതും എന്നുള്ള അർത്ഥത്തിൽ സർവ അല്ലെങ്കിൽ സർവതും എന്നുള്ള അർത്ഥം എടുക്കുക. ഓക്കെ, അപ്പൊ ഓംനി എന്ന് പറഞ്ഞാൽ എല്ലാം, സർവ, മൊത്തത്തിൽ, പ്ലസ് പൊട്ടൻറ്റ്. പൊട്ടൻറ്റ് എന്ന വാക്കിന് നമുക്ക് പൊട്ടൻഷ്യൽ എന്ന അർത്ഥം എടുക്കാം, കപ്പാസിറ്റി എന്ന അർത്ഥം എടുക്കാം. പൊട്ടൻഷ്യൽ, കപ്പാസിറ്റി. ഒരാളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരാളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അയാൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതാണ്, അയാൾ എത്രത്തോളം ശക്തനാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഉള്ളത് ശക്തൻ അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ശക്തൻ എന്നെടുക്കാം. അപ്പൊ പൊട്ടന്റ് എന്ന് പറയുന്ന വാക്കിന് നമുക്ക് ശക്തൻ എന്നെടുക്കാം. അപ്പൊ ഓംനി പൊട്ടന്റിനെ എന്തെന്നെടുക്കാം നമുക്ക്? ഓംനി പൊട്ടൻസ് എന്ന വാക്ക്, ഓംനി പൊട്ടൻസ് സർവശക്തൻ. സർവശക്തൻ മീൻസ് ഓംനി എന്ന് പറഞ്ഞാൽ ഓൾ, സർവ. പൊട്ടന്റിനെ നമ്മൾ പൊട്ടൻഷ്യൽ എന്നും കപ്പാസിറ്റി എന്നും നമ്മൾ എഴുതി. പിന്നെ എന്ത് ചെയ്തു? അതിന്റെ അർത്ഥമായി ശക്തൻ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഓംനി പൊട്ടന്റ് മീൻസ് സർവശക്തൻ, സർവശക്തൻ. വൺ വേർഡ് എങ്ങനെയാ വരുന്നത്? വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ. വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ, സർവശക്തൻ, സർവശക്തൻ. വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ എന്ന് പറയാം ഓംനി പൊട്ടന്റ് എന്ന് പറയാം. ഓംനി പൊട്ടന്റ്. രണ്ടാമത്തെ വേർഡ് നോക്കിയേ, ഓംനി പ്രസന്റ്. ഓംനി പ്രസന്റ്, ഇതിൽ ഏത് വേർഡ് ഉണ്ട്? ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓംനി പ്ലസ് പ്രസന്റ്, ഓംനി പ്ലസ് പ്രസന്റ്. ഓംനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ, സർവ എന്നുള്ള അർത്ഥം. പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് അതായത് ഒരാളുടെ സാന്നിധ്യം. നമ്മൾ പ്രസന്റ്, അയാൾ പ്രസന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇവിടെ ഉണ്ട്, അയാളുടെ സാന്നിധ്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സാന്നിധ്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സാന്നിധ്യം എന്നുള്ളതിനെ വ്യാപി എന്ന് പറയാം. മലയാളത്തില് വ്യാപി എന്ന് പറയാം. അപ്പൊ ഓംനി പ്ലസ് പ്രസന്റ്, ഓൾ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആൾ. ഓംനി പ്രസന്റ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആൾ. അതിന് നമുക്ക് എന്ത് പറയാം? ഓംനി പ്രസന്റ് എന്ന് പറയാം. അതിന് നമുക്ക് ഓംനി പ്രസന്റ് എന്ന് പറയാം. വൺ ഹൂ ഈസ് പ്രസന്റ് എവരിവെയർ. വൺ ഹൂ ഈസ് പ്രസന്റ് എവരിവെയർ, എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ള, വ്യാപിച്ചിരിക്കുന്ന ആൾ. അതിന് നമുക്ക് സർവവ്യാപി എന്ന് പറയാം. എന്ത് പറയാം? സർവവ്യാപി എന്ന് പറയാം. അപ്പൊ ഓംനി പ്രസന്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് എന്ത് ചെയ്തു? ഓംനി പ്ലസ് പ്രസന്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞാൽ സർവവ്യാപി. വൺ ഹൂ ഈസ് പ്രസന്റ് എവരിവെയർ, വൺ ഹൂ ഈസ് പ്രസന്റ് എവരിവെയർ. ഈ രണ്ട് വേർഡ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓംനി പൊട്ടന്റ് എന്താണ്, ഓംനി പ്രസന്റ് എന്താണ്. അടുത്ത വേർഡ് നോക്കിയേ. അടുത്ത വേർഡ് ഓംനീഷ്യന്റ്. ഓംനീഷ്യന്റ് എന്നാണ്.
ഓംനിഷിയന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിനെ ഓംനി പ്ലസ് ഷിയന്റ്, ഓംനി പ്ലസ് ഷിയന്റ് എന്ന് പറഞ്ഞ് വിവരിക്കും. ഓംനി എന്ന് പറഞ്ഞാൽ ഓൾ, ഓംനി എന്ന് പറഞ്ഞാൽ ഓൾ, സർവ എന്നുള്ള അർത്ഥം അറിയാം നിങ്ങൾക്ക്. പിന്നെ ഷിയന്റ് എന്ന വാക്ക്, ഓംനിഷിയന്റ് എന്നാ പറഞ്ഞാൽ, ഷിയന്റ് എന്ന വാക്കിന് സയൻസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നോളജ്, ജ്ഞാനം എന്ന് പറയും. അപ്പൊ നമുക്ക് ഷിയന്റ് നമുക്ക് എന്ത് പറയാം, സയൻസ്, സയൻസുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നോളജ് എന്ന് ഓർത്ത് വയ്ക്കുക. സയൻസുമായി കണക്ട് ചെയ്തിട്ട് നോളജ്, ജ്ഞാനം, ജ്ഞാനം എന്ന് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോ ഓംനിഷിയന്റ് മീൻസ് സർവം ജ്ഞാനം, മീൻസ് എല്ലാം അറിയുന്ന ആൾ, എല്ലാം അറിയുന്ന ആൾ. ജ്ഞാനം മീൻസ് അറിവ്, ഇയാൾക്ക് എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട്. അപ്പൊ ഓംനിഷിയന്റിന് എല്ലാത്തിനെ കുറിച്ചും എന്തുണ്ട്, എല്ലാം അറിയുന്ന ആളാണ്. വൺ ഹൂ നോസ് എവറിത്തിങ്, എല്ലാം അറിയുന്ന ആൾ, അതായത് സർവജ്ഞാനി, സർവജ്ഞാനി. വൺ ഹൂ നോസ് എവറിത്തിങ്, ഓംനിഷിയന്റ് എന്ത് പറയാം, ഓംനിഷിയന്റ്. അപ്പോ വൺ ഹൂ നോസ് എവറിത്തിങ്, നോളജുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഈ സയൻസിയന്റ്, സയൻസ് എന്ന് പറയുന്ന വേർഡ് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഓംനിഷിയന്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ നോസ് എവറിത്തിങ്, സർവജ്ഞാനി എന്ന് കിട്ടും ഇതിന്റെ അർത്ഥം. ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം. ഓംനിഷിയന്റ് മീൻസ് വൺ ഹൂ നോസ് എവറിത്തിങ്, സർവജ്ഞാനി. അടുത്ത വേർഡ് നോക്കിയേ, ഓംനിവോർ. ഓംനിവോർ, ഓംനി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് അറിയാം, എന്താണ്, ഓൾ, എല്ലാം. ഓംനി എന്ന് പറഞ്ഞാൽ ഓൾ. വോർ എന്ന് പറഞ്ഞാൽ, വോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഈറ്റ് എന്നാണ്. വോർ എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭക്ഷിക്കുക, ടു ഈറ്റ്. എല്ലാം ഭക്ഷിക്കുന്ന ആൾ, എല്ലാം കഴിക്കുന്ന ആൾ. അതായത് സസ്യാഹാരവും മാംസാഹാരവും, സസ്യവും മാംസവും ആഹരിക്കുന്ന ആൾ അല്ലെങ്കിൽ കഴിക്കുന്ന ആൾ. അപ്പൊ എന്താണ്, വൺ ഹൂ ഈറ്റ്സ് ബോത്ത് പ്ലാന്റ്, പ്ലാന്റ് മീൻസ് സസ്യാഹാരം കഴിക്കുന്നു, ആൻഡ് ഫ്ലഷ്, ഫ്ലഷ് എന്ന് വെച്ചാൽ മീറ്റ്, മാംസം കഴിക്കുന്ന ആൾ. അപ്പൊ പ്ലാന്റും ഫ്ലഷും, സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ആൾ, അതിനെ നമ്മൾ എന്ത് പറയും, ഓംനിവോർ എന്ന് പറയും. ഓംനിവോർ എന്ന് പറയും. മിശ്രഭോജി, മിശ്രഭോജി, ഓംനിവോർ എന്ന് പറയും. അപ്പൊ നമുക്ക് ഓംനി എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് എവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിന്റെ വേർഡിന്റെ അർത്ഥം ഓൾ, സർവ മീൻസ് എല്ലാം എന്നുള്ള അർത്ഥമാണ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഈ 4 വേർഡ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ റൂട്ട് വേർഡ്. ഒന്നാമത്തെ റൂട്ട് വേർഡ് ആണ് ഓംനി എന്ന് പറയുന്ന വേർഡ്. രണ്ടാമത്തെ റൂട്ട് വേർഡ് നോക്കാം. രണ്ടാമത്തെ റൂട്ട് വേർഡ് ആണ് ഗമി എന്ന് പറയും. ഗമി, ഗമി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മാരേജ് എന്ന്, വിവാഹം, കല്യാണം, വിവാഹം എന്നല്ല. ഗമി എന്ന് പറഞ്ഞാല് മാരേജ്, വിവാഹം, കല്യാണം എന്നൊക്കെ പറയാം. ഒന്നാമത്തെ വേർഡ് നോക്കിയേ, മോണോഗമി. ഒന്നാമത്തെ വേർഡ് മോണോഗമി. മോണോ പ്ലസ് ഗമി എന്ന് നമുക്ക് ഈ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യാം. മോണോ പ്ലസ് ഗമി. മോണോ എന്ന വാക്കിന്റെ അർത്ഥം വൺ എന്നാണ്, ഒന്ന്, ഒരു എന്നാണ്. മോണോ എന്ന വാക്കിന്റെ അർത്ഥം ഒരു എന്നാണ്. ഗമി എന്ന വാക്കിന്റെ അർത്ഥം മാരേജ് എന്നാണ്. ഗമി എന്ന വാക്കിന്റെ അർത്ഥം മാരേജ്. മോണോ ഗമി, വൺ മാരേജ്, വൺ മാരേജ്. പ്രാക്ടീസ് ഓഫ് കീപ്പിംഗ് വൺ ലൈഫ് പാർട്ണർ, ഒരാളെ മാത്രം വിവാഹം കഴിക്കുന്ന ഒരു സിസ്റ്റം, സമ്പ്രദായം, അതിനെ നമുക്ക് മോണോഗമി എന്ന് പറയും. ജീവിത പങ്കാളിയായി ഒരാളെ മാത്രം തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഒരാളെ മാത്രം എന്ത് ചെയ്യുക, വിവാഹം കഴിക്കുന്ന രീതിക്ക് നമുക്ക് മോണോഗമി എന്ന് പറയാം. ദ പ്രാക്ടീസ് ഓഫ് കീപ്പിംഗ് വൺ ലൈഫ് പാർട്ണർ, വൺ ലൈഫ് പാർട്ണർ, മോണോഗമി, മോണോഗമി. രണ്ടാമത്തെ വേർഡ് നോക്കി, ബൈഗാമി. രണ്ടാമത്തെ വേർഡ് എന്താ, ബൈഗാമി. ബൈ എന്ന് പറയുന്ന വേർഡിന് ടു എന്നാണ്. ബൈ എന്ന് പറഞ്ഞാൽ ടു. ബൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ടു. ഗമി എന്ന് പറഞ്ഞാൽ മാരേജ്. ഗമി എന്ന് പറഞ്ഞാൽ മാരേജ്. അപ്പോ ബൈഗാമി എന്ന് പറയാം, ടു മാരേജ്, രണ്ട് വിവാഹം. ടു മാരേജ്, രണ്ട് വിവാഹം. എന്താ, പ്രാക്ടീസ് ഓഫ് കീപ്പിംഗ് ടു ലൈഫ് പാർട്ട്ണർ, ടു ലൈഫ് പാർട്ട്നേഴ്സ്, രണ്ട് ജീവിത പങ്കാളികളുള്ള സമ്പ്രദായത്തെ നമുക്ക് ബൈഗാമി എന്ന് പറയാം. ഇതാണ് ബൈഗാമി. രണ്ട് ജീവിത പങ്കാളികളുള്ള സമ്പ്രദായത്തെ
ബൈഗാമി എന്ന് പറയാം. ഒരു ലൈഫ് പാർട്ട്ണർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് മോണോഗമി എന്ന് പറയാം. 2 ലൈഫ് പാർട്ട്നേഴ്സ്, 2 ലൈഫ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ബൈഗാമി എന്ന് പറയാം. അടുത്ത് നോക്കിയേ, പോളിഗമി. പോളി എന്ന് പറയുന്ന വേർഡിനർത്ഥം മെനി എന്നാണ്. അപ്പം പോളിഗമിയെ പോളി പ്ലസ് ഗമി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പോളി എന്ന് പറഞ്ഞാൽ മെനി, ഗമി എന്ന് പറഞ്ഞാൽ മാരേജ്. ഗമി എന്ന വാക്കിന്റെ അർത്ഥം മാരേജ് എന്നാണ്, പോളി എന്നാൽ മെനി. ഒരുപാട് പേര് വിവാഹം കഴിക്കാനുള്ള ഒരു സമ്പ്രദായം, അതിന് നമുക്ക് പോളിഗമി എന്ന് പറയും. എന്താണ്? പ്രാക്ടീസ് ഓഫ് കീപ്പിംഗ് മെനി ലൈഫ് പാർട്ട്നേഴ്സ്. ഒരുപാട് പേരെ വിവാഹം കഴിക്കാനുള്ള സമ്പ്രദായത്തെ നമുക്ക് പോളിഗമി എന്ന് പറയാം. മെനി ലൈഫ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ പോളിഗമി എന്ന് പറയാം. അപ്പോൾ 1 ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ മോണോഗമി, 2 ലൈഫ് പാർട്ട്നേഴ്സ്, 2 ലൈഫ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ ബൈഗാമി, മെനി ലൈഫ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ പോളിഗമി. ഈ വേർഡ് നോക്കിയേ, ഫിലോഗമിസ്റ്റ്. എവിടെയെങ്കിലും നിങ്ങൾ ഫിലോ എന്ന് പറയുന്ന വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ലവ് എന്നാണ്, അത് ഇഷ്ടപ്പെടുന്ന ആളെന്നാണ്. ഫിലോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ലവ്, ഇഷ്ടപ്പെടുന്നതാണ്. ഗമി എന്ന് പറഞ്ഞാൽ മാരേജ്, അറിയാം, വിവാഹം, കല്യാണം. അപ്പൊ ഫിലോ എന്ന് പറഞ്ഞാൽ ലവ്, ഗമി എന്നാൽ മാരേജ്, വിവാഹം. IST ഇസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം വൺ ഹു, ചെയ്യുന്ന ഒരാൾ. ഒരാള് ഏതെങ്കിലും ഒരു വേർഡിന്റെ അവസാനം IST എന്നുണ്ടെങ്കിൽ അത് ഒരാളെ കുറിച്ചായിരിക്കും പറയുന്നത്, അത് ചെയ്യുന്ന ഒരാളെ കുറിച്ചായിരിക്കും പറയുന്നത്, ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ ഇവിടെ IST വൺ ഹു എന്ന് പറയാം. അപ്പൊ ഫിലോഗമിസ്റ്റിനെ നമ്മൾ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്തത്? ഫിലോ പ്ലസ് ഗമി പ്ലസ് IST, ഇസ്റ്റ്. ലവ്, മാരേജ്, വൺ ഹു. ലവ് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ഒരു വ്യക്തി, അതായത് വൺ ഹു ലവ്സ് മാരേജ്. വിവാഹം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, വിവാഹം കഴിക്കണം എന്നുള്ളത് അതിയായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് എന്ത് പറയാം? ഫിലോഗമിസ്റ്റ് എന്ന് പറയാം. ഫിലോഗമിസ്റ്റ് എന്ന് പറയാം. ആരാ ഫിലോഗമിസ്റ്റ്? വൺ ഹു ലവ്സ് മാരേജ്. വിവാഹം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഫിലോഗമിസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇതിലെ റൂട്ട് വേർഡ് ഫിലോ എന്ന് പറയുന്ന ഈ വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ഫിലോ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം ലവ് എന്നാണ്. ഗമി എന്ന് പറഞ്ഞാൽ മാരേജ് എന്നാണ്. വൺ ഹു ലവ്സ് മാരേജ്, ഫിലോഗമിസ്റ്റ് എന്ന് പറയാം. ഫിലോ എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് മിസോ. ഫിലോ എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് മിസോ, മീൻസ് ഹെയ്റ്റ്. മിസോ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ഹെയ്റ്റ് എന്നാണ്. അപ്പോ മിസോ പ്ലസ് ഗമി പ്ലസ് ഇസ്റ്റ്. മിസോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ഹെയ്റ്റ്. ലവ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഹെയ്റ്റ്, അതാണ് മിസോ. പ്ലസ് ഗമി എന്ന് പറഞ്ഞാലോ മാരേജ്. IST മീൻസ് വൺ ഹു. വിവാഹം ഇഷ്ടമില്ലാത്ത വ്യക്തി, വിവാഹം ഇഷ്ടപ്പെടാത്ത വ്യക്തി, വെറുക്കുന്ന വ്യക്തി, മിസോഗമിസ്റ്റ് എന്ന് പറയും. ഇതാണ് വൺ ഹു ഹേറ്റ്സ് മാരേജ്. എന്ത് പറയാം? മിസോഗമിസ്റ്റ് എന്ന് പറയാം. ഫിലോ എന്ന് പറഞ്ഞാൽ ലവ് ആണ്, മിസോ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ്. അപ്പൊ വൺ ഹു ഹേറ്റ്സ് മാരേജ്, മിസോഗമിസ്റ്റ് എന്ന് പറയാം. അടുത്ത നോക്കിയേ, മിസോജിനിസ്റ്റ്. ഈ മിസോജിനിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗൈൻ എന്ന് പറയുന്ന വേർഡ് എടുക്കാം. GYN. ഗൈൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ വിമണുമായി ബന്ധപ്പെട്ടതാണ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് ഗൈൻ എന്ന് പറയുന്ന വേർഡ്. അപ്പൊ ഗൈനക്കോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. അപ്പൊ ഈ ഗൈൻ എന്ന് പറയുന്ന വേർഡ്, അപ്പൊ ഇവിടെ നോക്കിയേ, മിസോഗൈനിസ്റ്റ് എന്നല്ല നമ്മൾ ഉച്ചരിക്കുമ്പോൾ മിസോജിനിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോ ഗൈൻ എന്ന് പറഞ്ഞാൽ അത് വിമണുമായി ബന്ധപ്പെട്ടതാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടാണ്? വിമനുമായി ബന്ധപ്പെട്ടാണ്. മിസോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? മിസോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹെയ്റ്റ് എന്നാണ്. മിസോ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ്. IST എന്ന് പറഞ്ഞാൽ വൺ ഹു.
വൺ ഹു ഹേറ്റ്സ് വിമൻ, സ്ത്രീകളെ വെറുക്കുന്ന വ്യക്തി. അയാളെ പറയുന്ന പേരാണ് മിസോജിനിസ്റ്റ്. എന്താ പറയാ? മിസോജിനിസ്റ്റ്. മിസോ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് എന്നാണ്. അപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ടത് വൺ ഹു ഹേറ്റ്സ് വിമൻ, സ്ത്രീകളെ വെറുക്കുന്ന വ്യക്തി. അതിനെന്താ പറയാ? മിസോജിനിസ്റ്റ് എന്ന് പറയാം. ഈ രണ്ട് വേർഡും തമ്മിൽ മാറിപ്പോവല്, ഒന്ന് മാരേജുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് വിമണുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ പറഞ്ഞത് ഫിലോ എന്ന് പറയുന്ന വേർഡ് ലവ് എന്ന് പറയുന്നതാണ് അർത്ഥം. ഫിലോ എന്ന് പറഞ്ഞാൽ ലവ്, മിസോ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ്. ഇത്രയും ക്ലിയർ ആയല്ലോ. മൂന്നാമത്തെ വേർഡ് നോക്കാം. ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കുട്ടി എന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 വേർഡ് നിങ്ങൾ പഠിക്കുക. ഒന്ന് ചൈൽഡിഷ്. ചൈൽഡിഷ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഫൂളിഷ് എന്നാണ്. ചൈൽഡിഷ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഫൂളിഷ്. ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം, ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് എന്നാണ്, നിഷ്കളങ്കമായ എന്നാണ്. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നസെന്റ്, നിഷ്കളങ്കമായ, നിഷ്കളങ്കമായ എന്നാണ്. ബ്രെയിൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ചൈൽഡ്, ദി ഐഡിയ ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ച ആശയം. ഒരാശയം അത് ആരുടെയെങ്കിലും മനസ്സിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് ദ ബ്രെയിൻ ചൈൽഡ് എന്ന് പറയാം. ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ്. ചൈൽഡ് ലൈക്ക് ഇന്നസെന്റ്, നിഷ്കളങ്കമായ. ബ്രെയിൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ദ ഐഡിയ ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ, ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം. മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഉദിച്ച ഒരു ആശയം, അതിനാണ് ബ്രെയിൻ ചൈൽഡ് എന്ന് പറയുന്നത്. ഇത് ആശയത്തെയാണ്, ഐഡിയയാണ് സൂചിപ്പിക്കുന്നത് ബ്രെയിൻ ചൈൽഡ് എന്ന് പറയുന്നത്. 4ാമത്തെ റൂട്ട് വേർഡ് നോക്കാം. ഏതാണ്? ലോക്ക്. LOC എന്നും വരാം, LOQ എന്നും വരാം. ഒരു വേർഡില് നിങ്ങൾ LOC, LOQ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് സംസാരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ പ്രസംഗവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ സംസാരം എന്താണ്? ടോക്ക് അല്ലെങ്കിൽ സ്പീച്ച്. ഇതിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് ബന്ധപ്പെടുത്താം. എന്തുണ്ടെങ്കിൽ ലോക്ക് എന്നോ LOCയും വരാം, LOQയും വരാം. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ടു സ്പീക്ക് എന്നോ ടോക്ക് എന്നോ സ്പീച്ച്, പ്രസംഗം എന്ന് പറയില്ല, അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. 1ാമത്തെ വേർഡ് നോക്കാം. ലൊക്കേഷ്യസ് വേർഡാണ്. ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വേർഡ്. ലൊക്കേഷ്യസിൽ എന്തുണ്ട്? ലോക്ക്, LOQ, ലോക്ക് ഉണ്ട്. അതിന്റെ അർത്ഥം ടോക്കറ്റീവ് എന്നാണ്. ടോക്കറ്റീവ് മീൻസ് നമുക്ക് ടോക്കറ്റീവ് ഒരുപാട് സംസാരിക്കുന്ന ആൾ, നമുക്ക് വായാടി എന്നൊക്കെ പറയത്തില്ലേ, ഒരുപാട് സംസാരിക്കുന്ന ആൾ, ടോക്കറ്റീവ്. ഓക്കെ, ലൊക്കേഷ്യസ്, ടോക്കറ്റീവ്, ഒരുപാട് സംസാരിക്കുന്ന ആൾ. അടുത്ത വേർഡ് നോക്കിയേ, എലക്വന്റ്. 2ാമത്തെ വേർഡ് എലക്വന്റ് ആണ്. അതിലെന്തുണ്ട്? ലോക്ക്, LOQ, ലോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ വേർഡ് എന്ന് പറഞ്ഞാൽ ഇത് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ടോക്ക്, സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. എലക്വന്റ് എന്ന് പറയുന്നത് എന്താണ്? വൺ ഹൂ സ്പീക്സ് വെരി ക്ലിയർലി ഓർ ഫ്ലുവന്റ്ലി, വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ സ്പഷ്ടമായും സംസാരിക്കുന്ന വ്യക്തി. ഇതിൽ എന്താ കീവേഡ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇലക്വന്റ്, ലോക്ക് എന്ന് പറയുന്ന വേർഡുണ്ട്. അപ്പൊ അത് സംസാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്ലിയർലി അല്ലെങ്കിൽ ഫ്ലുവന്റ്ലി സംസാരിക്കുന്ന ഒരാൾ, വൺ ഹൂ സ്പീക്സ് വെരി ക്ലിയർലി ഓർ ഫ്ലുവന്റ്ലി, അങ്ങനെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. അതാണ് ഇലക്വന്റ് എന്ന് പറയുന്നത്. അടുത്ത വേർഡ് നോക്കിയേ, സോംനിലോക്വന്റ്. നിങ്ങൾ എവിടെയെങ്കിലും സോംനി എന്ന് പറയുന്ന വേർഡ് കണ്ടു കഴിഞ്ഞാൽ അത് സ്ലീപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. സോംനി എന്ന് പറയുന്ന വേർഡ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്ലീപ്പുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതിൽ എന്തുണ്ട്? ലോക്ക് എന്ന് പറയുന്ന വേർഡുണ്ട്. ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്ക്, സംസാരിക്കുക, ടോക്ക് എന്നാണ്. അപ്പം ലോക്ക് ഇവിടെ ടോക്ക് എന്ന് പറഞ്ഞാൽ ടോക്കിംഗ് വൈൽ സ്ലീപ്പിംഗ്, ഉറക്കത്തിൽ സംസാരിക്കുക. അതിന് നമുക്ക് എന്ത് പറയാം? സോംനിലോക്വന്റ് എന്ന് പറയാം. 1ാമത്തെ വേർഡ് ഏതാ? ഇതില് ലൊക്കേഷ്യസ് ആണ്. ലൊക്കേഷ്യസ്, ടോക്കറ്റീവ്, ഒരുപാട് സംസാരിക്കുന്ന ആള്, ടോക്കറ്റീവ്.
റെഡ് എലക്വന്റ് മീൻസ് വൺ ഹു സ്പീക്സ് വെരി ക്ലിയർലി ഓർ ഫ്ലുവൻലി. വളരെ വ്യക്തമായും അല്ലെങ്കിൽ വളരെ സ്പഷ്ടമായി സംസാരിക്കുന്ന വ്യക്തി. വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ സ്പഷ്ടമായി സംസാരിക്കുന്ന വ്യക്തി എലക്വന്റ് എന്ന് പറയും. അടുത്ത സോംനിലോക്വന്റ്, ഉറക്കത്തിൽ സംസാരിക്കുക. ടോക്കിംഗ് വൈൽ സ്ലീപ്പിംഗ്, ഉറക്കത്തിൽ സംസാരിക്കുക. എന്ത് പറയാം? സോംനിലോക്വന്റ് എന്ന് പറയാം. സോംനിലോക്വന്റ്. അടുത്ത വേർഡ് സർക്കംലൊക്വേഷൻ. സർക്കംലൊക്വേഷൻ, ഈ വേർഡിനെ നമുക്ക് സർക്കം എന്നും ലോക്ക് എന്നും രണ്ടായിട്ട് തിരിക്കാം. സർക്കം, ലോക്ക്. സർക്കം എന്ന് പറയുന്ന വേർഡ് നമുക്ക് സർക്കിൾ എന്ന്, സർക്കിൾ ഒരു എളുപ്പത്തിന് നമുക്ക് സർക്കിൾ. സർക്കിൾ എന്ന് വെച്ചാൽ വളയം, ഒരു ചുറ്റ്, വളയം. സർക്കിൾ എന്ന് വെച്ചാൽ വളയം. ലോക്ക് എന്ന് പറഞ്ഞാൽ ടോക്ക്. അപ്പൊ എന്താ സർക്കം ലൊക്കേഷൻ? സർക്കം ലൊക്കേഷൻ വെച്ചാൽ വളച്ചു കെട്ടി പറയുക. ഒരു കാര്യം ഡയറക്റ്റ് പറയാതെ വളച്ചു കെട്ടി പറയുന്നതിനെയാണ് സർക്കം ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രേസ് ഉണ്ട്, എന്താണ്? ബീറ്റ് അറൌണ്ട് ദി ബുഷ്. ബീറ്റ് അറൌണ്ട് ദി ബുഷ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വളച്ചു കെട്ടി പറയുക. അപ്പോ ബീറ്റ് അറൌണ്ട് ദി ബുഷ് എന്ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വളച്ചു കെട്ടി പറയുക. ഡയറക്റ്റ് കാര്യം പറയാതിരിക്കുക, വളച്ചു കെട്ടി പറയുക. അതിന് നമുക്ക് സർക്കം ലൊക്കേഷൻ എന്ന് പറയാം. അടുത്ത വേർഡാണ് സോളിലോക്കി. അടുത്ത വേർഡ് സോളിലോക്കി. അപ്പോ സോളി എന്ന് പറയുന്ന വേർഡ്, സോൾ എന്ന് പറയുന്നത്, സോളി എന്ന് പറയുന്ന വേർഡ് മീൻസ് സിംഗിൾ. സോളി എന്ന് പറയുന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ സിംഗിൾ, എലോൺ, ഒറ്റയ്ക്ക് എന്നാണ് അർത്ഥം. ലോക്ക് എന്നാലോ? ലോക്ക്, ടോക്ക്. ലോക്ക് എന്ന് പറഞ്ഞാൽ ടോക്ക്. ഒറ്റയ്ക്ക് സംസാരിക്കുക. ഒറ്റയ്ക്ക് സംസാരിക്കുക. ഒറ്റയ്ക്ക് സംസാരിക്കുക, അതായത് ആത്മഗതം പറയുക. ഒറ്റയ്ക്ക് സംസാരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ആത്മഗതം പറയുക, തന്നോട് തന്നെ സംസാരിക്കുക. അതിനെ നമുക്ക് സോളിലോക്കി എന്ന് പറയാം. സോളിലോക്കി എന്ന് പറയാം. അപ്പൊ ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കുക. ദി ആക്ട് ഓഫ് ടോക്കിംഗ് ടു വൺ സെൽഫ്. ദി ആക്ട് ഓഫ് ടോക്കിംഗ് ടു വൺ സെൽഫ്, സോളിലോക്കി. മുന്നിൽ എന്ത് കാണത്തില്ല? പ്രേക്ഷകൻ കാണത്തില്ല. മുന്നിൽ പ്രേക്ഷകൻ ഇല്ല. മുന്നിൽ പ്രേക്ഷകൻ ഇല്ലാത്ത ആത്മഗതം. സോളിലോക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് ടോക്കിംഗ് ടു വൺ സെൽഫ്, ഒരാൾ തന്നോട് തന്നെ സംസാരിക്കുക. ഇതിന്റെ പ്രത്യേകത എന്താ? മുന്നിൽ പ്രേക്ഷകൻ കാണത്തില്ല. മുന്നിൽ എന്തില്ല? പ്രേക്ഷകൻ ഇല്ല. അപ്പൊ സോളിലോക്കി, സോളി മീൻസ് സിംഗിൾ, ലോക്ക് മീൻസ് ടോക്ക്, സംസാരിക്കുക, ഒറ്റയ്ക്ക് സംസാരിക്കുക മീൻസ് അതിന്റെ അർത്ഥം എന്താണ്? ആത്മഗതം പറയുക. അങ്ങനെ ആത്മഗതം പറയുമ്പോൾ ഒരു മുന്നിൽ പ്രേക്ഷകൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സോളിലോക്കി എന്ന് പറയാം. ഇത് പറയാം, സോളിലോക്കി എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ആത്മഗതം പറയുമ്പോൾ പ്രേക്ഷകൻ മുന്നിൽ ഉള്ളപ്പോൾ എന്ത് പറയും? അതായത് ഒരു പ്രേക്ഷകന്റെ മുന്നിൽ നിന്ന് ആത്മഗതം പറയുന്നതിനെ എന്തു പറയും? സാധാരണഗതിയിൽ നമ്മൾ പ്ലേ, ഡ്രാമ ഇതൊക്കെ എനാക്ട് ചെയ്യുന്ന ടൈമില് ഇതുപോലെ സോളിലോക്കി, അതായത് ഇംഗ്ലീഷ് ഡ്രാമകളിലും നാടകങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇതുപോലുള്ള ആത്മഗതങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഓരോ സീനിലും വരാറുണ്ട്. അപ്പൊ അതിനെ എന്താണ് പറയുന്നത്? അതിനെ നമ്മൾ മോണോലോഗ് എന്ന് പറയും. എന്ത് പറയും? മോണോലോഗ് എന്ന് പറയും. മോണോലോഗ്. മോണോലോഗ് നമുക്ക് എങ്ങനെ എഴുതാം? മോണോ മീൻസ് സിംഗിൾ. മോണോ മീൻസ് സിംഗിൾ. ലോഗ് മീൻസ് ടോക്ക്, സംസാരിക്കുക. ലോഗ് മീൻസ് സംസാരിക്കുക, ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക്. മോണോലോഗ്, ടോക്കിംഗ് ടു വൺസെൽഫ്. ടോക്കിംഗ് ടു വൺസെൽഫ്, ഒരാൾ ആത്മഗതം നടത്തുക. ആത്മഗതം. പ്രേക്ഷകന് മുമ്പിൽ ആത്മഗതം, അതായത് ഇദ്ദേഹം ആത്മഗതം നടത്തുമ്പോൾ അതൊരു പ്ലേയിലോ ഡ്രാമയിലോ ആയിരിക്കും. മുന്നിൽ പ്രേക്ഷകൻ കാണും. മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ആത്മഗതം നടത്തുന്നു, പക്ഷെ ആത്മഗതം നടത്തുന്നത് ഒരു പ്രേക്ഷകന് മുന്നിലായിരിക്കും, ആളുകൾക്ക് മുന്നിലായിരിക്കും. അപ്പൊ അതിനെ മോണോലോഗ് എന്ന് പറയും. സോളിലോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആത്മഗതമാണ്, എന്നാൽ അതിന് മുന്നിൽ പ്രേക്ഷകൻ കാണത്തില്ല. എന്നാൽ മോണോലോഗ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകൻ കാണും, ആത്മഗതം നടത്തുന്നു, ഒരാൾ തന്നോട് തന്നെ സംസാരിക്കുന്നു, പക്ഷെ മുന്നിൽ ആര് കാണും? പ്രേക്ഷകൻ കാണും. ഇതാണ് മോണോലോഗും സോളിലോക്കിയും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ്. അടുത്ത വേർഡ് നോക്കിയേ. അടുത്ത വേർഡ് പ്രൊലോഗ്. പ്രൊലോഗ്. പ്രോ മീൻസ് നമുക്ക് പ്രീ എന്ന് പറയാം. പ്രീ മീൻസ് എന്താ? മുമ്പ്. പ്രീ മീൻസ് എന്താണ്? മുൻപ് എന്ന് പറയാലോ, പ്രീ. അപ്പോ പ്രോ പ്ലസ് ലോഗ് മീൻസ് നമുക്കറിയാം സ്പീച്ച്. മുമ്പ് നടത്തുന്ന, പ്രീ സ്പീച്ച്, അതായത് മുമ്പ് നടത്തുന്ന സ്പീച്ച്. എന്തിന്റെയെങ്കിലും മുമ്പ്, തുടക്കത്തിൽ നടത്തുന്ന ഒരു പ്രസംഗം, അതിന് നമുക്ക് എന്ത് പറയാം? പ്രൊലോഗ് എന്ന് പറയാം. എന്ത് പറയാം? പ്രൊലോഗ്. അതായത് ആൻ ഇൻട്രൊഡക്ടറി സ്പീച്ച് ഓഫ് എ ഡ്രാമ ഓർ പ്ലേ. ഒരു ഡ്രാമയുടെ
അല്ലെങ്കിൽ ഒരു പ്ലേയുടെ ഇൻട്രൊഡക്ടറി ആയിട്ട് തുടക്കത്തിൽ നടത്തുന്ന സ്പീച്ച്, പ്രസംഗത്തെ നമുക്ക് എന്ത് പറയാം? പ്രൊലോഗ് എന്ന് പറയാം. നമുക്ക് ആമുഖ സംഭാഷണം എന്ന് പറയാൻ വേണമെങ്കിൽ ആമുഖ സംഭാഷണം, ആമുഖ സംഭാഷണം അല്ലെ, ആമുഖമായി നടത്തുന്ന ഒരു പ്രസംഗം എന്ത് പറയാം? പ്രൊലോഗ് എന്ന് പറയാം. അപ്പൊ പ്രോ എന്ന് പറയുന്ന വേർഡിന് നമുക്ക് പ്രീ, മുൻപ് എന്ന് എഴുതാം. ലോഗ് മീൻസ് സ്പീച്ച്. എന്താണ്? ആൻ ഇൻട്രൊഡക്ടറി സ്പീച്ച് ഓഫ് എ ഡ്രാമ ഓർ പ്ലേ. അതിനെ നമുക്ക് പറയാം പ്രൊലോഗ് എന്ന് പറയാം. ഇത് പറയാം പ്രൊലോഗ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എപ്പിലോഗ് എന്താ? എപ്പിലോഗ്, എപ്പി മീൻസ് എൻഡ്. എപ്പി എന്ന് പറഞ്ഞാൽ എൻഡ്, അവസാനം. ലോഗ് മീൻസ് സ്പീച്ച്. ലോഗ് മീൻസ് സ്പീച്ച്, അതായത് കൺക്ലൂഡിംഗ് സ്പീച്ച് ഓഫ് എ ഡ്രാമ അല്ലെ. കൺക്ലൂഡിംഗ് സ്പീച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഉപസംഹാരം എന്ന് പറയാം. ഉപസംഹാരം മീൻസ് അവസാനം അല്ലെ, കൺക്ലൂഡ് ചെയ്ത് നടത്തുന്ന ഒരു പ്രസംഗം. അതിന് നമ്മൾ എന്ത് പറയാം? എപ്പിലോഗ് എന്ന് പറയാം. എന്ത് പറയാം? എപ്പിലോഗ് എന്ന് പറയാം. അപ്പൊ എന്താ പ്രൊലോഗ് എന്ന് പറഞ്ഞാല്? ആൻ ഇൻട്രൊഡക്ടറി സ്പീച്ച് ഓഫ് എ ഡ്രാമ ഓർ പ്ലേ. ഒരു നാടകം അല്ലെങ്കിൽ ഡ്രാമയുടെ തുടക്കത്തിൽ നടത്തുന്ന പ്രസംഗത്തെ നമുക്ക് എന്തെന്ന് പറയാം? പ്രൊലോഗ് എന്ന് പറയാം. കൺക്ലൂഡിംഗ് സ്പീച്ച് ഓഫ് എ ഡ്രാമ, അവസാനം, കൺക്ലൂഡിംഗ്, അവസാനം നടത്തുന്നത് എപ്പി, അവസാനം എപ്പി, എൻഡ്. എപ്പി മീൻസ് എൻഡ്. അവസാനം നടത്തുന്ന സ്പീച്ചിന് നമുക്ക് എന്ത് പറയാം? എപ്പിലോഗ് എന്ന് പറയാം. എപ്പിലോഗ് എന്ന് പറയാം. എന്താ എപ്പിറ്റഫ്? എപ്പിറ്റഫ് എന്താണ്? അതായത് ഒരാളുടെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളെ നമ്മൾ എപ്പിറ്റഫ് എന്ന് പറയും. അപ്പൊ മരണശേഷം ഒരാളുടെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളെ നമ്മൾ എന്ത് പറയാം? എപ്പിറ്റഫ്. എപ്പിറ്റഫ് എന്ന് പറയാം. എപ്പി എന്ന് പറഞ്ഞാൽ എൻഡ് എന്നാണ്. ഒരാളുടെ അവസാനം മീൻസ് അയാളുടെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളെ നമുക്ക് എന്ത് പറയാം? എപ്പിറ്റഫ് എന്ന് പറയാം. എപ്പി ലോഗോ, ലോഗ് മീൻസ് സ്പീച്ച് ആണ്. എന്താണ്? എപ്പി മീൻസ് എൻഡ്, അവസാനം. കൺക്ലൂഡിംഗ് സ്പീച്ച് ഓഫ് എ ഡ്രാമ അല്ലെ, ഉപസംഹാരം എന്ന് പറയാം. ഒരു ഡ്രാമയുടെ അവസാനം, ഒരു ഡ്രാമയുടെ അവസാനം നടത്തുന്ന സ്പീച്ചിനെ നമുക്ക് എപ്പി ലോഗ് എന്ന് പറയാം. അപ്പൊ പ്രൊലോഗ് എന്താണ്, എപ്പിലോഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതറിയാലോ ഡയലോഗ് എന്താണെന്ന്. ഡയലോഗ്, ഡയ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ടു എന്നാണ് കേട്ടോ. ഡയ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ടു എന്നാണ്. ലോഗ് മീൻസ് സ്പീച്ച് അല്ലെങ്കിൽ ടോക്ക്. എന്താണ്? ടോക്കിംഗ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. രണ്ടു പേര് തമ്മിലുള്ള സംഭാഷണത്തെ നമ്മൾ ഡയലോഗ് എന്ന് പറയും. രണ്ടു പേര് തമ്മിലുള്ള സംഭാഷണത്തെ എന്ന് പറയും? ഡയലോഗ്. അപ്പൊ ഡയ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ടു എന്നാണ്. ലോഗ് എന്ന് പറഞ്ഞാൽ ടോക്ക്, സ്പീച്ച് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താ? ഡയലോഗ്, ടോക്കിംഗ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് അല്ലെ, രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണത്തെ നമുക്ക് എന്ത് പറയാം? ഡയലോഗ് എന്ന് പറയാം. അടുത്ത വേർഡ് നോക്കിയേ. An abusive language used to blame someone. ഒരാളെ കുറിച്ച് മോശമായി പറയാൻ ഉപയോഗിക്കുന്ന വാക്ക്, ഒരാളെ കുറ്റം പറയുക, കുറ്റം പറയാൻ ഉപയോഗിക്കുന്ന വേർഡ്, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് നമുക്ക് ഒബ്ലോക്കി എന്ന് പറയാം. എന്ത് പറയാം? ഒബ്ലോക്കി. ഒബ്ലോക്കി എന്ന് പറയാം. എന്താണ്? ആൻ അബ്യൂസീവ് ലാംഗ്വേജ് യൂസ്ഡ് ടു ബ്ലെയിം സമ്മൺ. എന്ത് പറയാം? ഒബ്ലോക്കി. നോർമലി ഇവിടെ ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? സംസാരിക്കുക, സ്പീക്ക് അല്ലെങ്കിൽ ടോക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ലോക്ക് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. നോർമലി ഇംഗ്ലീഷ് വേർഡിൽ ഈ ഒബ് എന്ന് പറയുന്ന വേർഡ്, ഈ ഒ ബി എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളിൽ മിക്കപ്പോഴും ഈ റൂട്ട് വേർഡിൽ ഇത് ഒരു നെഗറ്റീവ് ആശയത്തെ കുറിക്കുന്ന ഒരു വേർഡായിട്ടാണ് ഇത് വരുന്നത്. ഒബ് എന്ന് പറയുന്നത് തുടക്കത്തിൽ വരുന്ന സമയം. ഒബ്സിറ്റി എന്ന് പറയത്തില്ലേ, പൊണ്ണത്തടി, ഒബ്സിറ്റി. അപ്പൊ ഒബി, ഒബില് തുടങ്ങുന്നുണ്ട്, ഒബ്സിറ്റി. അപ്പൊ ഒബ്ലോക്കി മീൻസ് നെഗറ്റീവ് ആശയത്തെ കുറിക്കുന്ന. ലോക്ക് മീൻസ് ഒരാളെ കുറിച്ച് മോശമായി പറയുക, സംസാരിക്കുക. അതിന് നമുക്ക് എന്ത് പറയാം? ഒബ്ലോക്കി എന്ന് പറയാം. എന്ത് പറയാം? ഒബ്ലോക്കി എന്ന് പറയാം. അടുത്തത് ആർട്ട് ഓഫ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? എലക്യൂഷൻ എന്ന് പറയാം. എന്ത് പറയാം? എലക്യൂഷൻ. പ്രഭാഷണം, പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പ്രഭാഷണം. അതാണ് ദ ആർട്ട് ഓഫ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ എലക്യൂഷൻ എന്ന് പറയാം. ലോക്ക്, ഇതിൽ ലോക്ക് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, ലോക്ക് എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ അത് സ്പീച്ചുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ദ ആർട്ട് ഓഫ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് എന്ത് പറയാം? എലക്യൂഷൻ എന്ന് പറയാം, പ്രഭാഷണം എന്ന് പറയാം. ആൻഡ് അബ്യൂസീവ് ലാംഗ്വേജ് യൂസ്ഡ് ടു ബ്ലെയിം സമ്മൺ. ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിനെ ഒബ്ലോക്കി എന്ന് പറയാം. എന്ത് പറയാം? ഒബ്ലോക്കി. ദ ആർട്ട് ഓഫ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്, എലക്യൂഷൻ, പ്രഭാഷണം എന്ന് പറയാം. അഞ്ചാമത്തെ റൂട്ട് വേർഡ് ആണ് സൈഡ് എന്ന് പറയുന്നത്. സൈഡ്. സൈഡ് മീൻസ് കില്ലിംഗ്. സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കില്ലിംഗ്, കൊല്ലുക എന്നാണ് സൈഡ് എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ്? സൈഡ്, കൊല്ലുക, കില്ലിംഗ് എന്ന് പറയും. പാട്രിസൈഡ്. പാട്രിസൈഡ്. സൈഡ് മീൻസ് കില്ലിംഗ്. പാട്രി മീൻസ്
ഫാദർ, കില്ലിംഗ് ഓഫ് ഫാദർ. പാട്രിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? കില്ലിംഗ് ഓഫ് ഫാദർ, അതായത് പിതാവിനെ കൊല്ലുന്നു. പിതാവ്, ഇവിടെ ഞാൻ പിതാവ് എന്ന് എഴുതാം. അപ്പൊ പാട്രിസൈഡ്, പിതാവിനെ കൊല്ലുന്നത് എന്താണ്? പാട്രിസൈഡ്, കില്ലിംഗ് ഓഫ് ഫാദർ. മാട്രിസൈഡ്, മാട്രിസൈഡ് മീൻസ് മദർ, മാതാവിനെ കൊല്ലുക, മാതാവിനെ കൊല്ലുന്നത്. അപ്പോ പാട്രിസൈഡ് പിതാവിനെ കൊല്ലുന്നത്, മാട്രിസൈഡ് മാതാവിനെ കൊല്ലുന്നത്. മാട്രിസൈഡ് അല്ലെ, മദറിനെ, കില്ലിംഗ് ഓഫ് മദർ. സോറോറിസൈഡ്, സോറോറിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് സിസ്റ്റർ, സഹോദരിയെ കൊല്ലുന്നു. സഹോദരി, സോറോറിസൈഡ് സഹോദരിയെ കൊല്ലുന്നത്, സഹോദരിയെ കൊല്ലുന്നത്, സിസ്റ്ററിനെ കൊല്ലുന്നത്. ഫ്രാട്രിസൈഡ് കില്ലിംഗ് ഓഫ് ബ്രദർ, സഹോദരൻ, സഹോദരൻ. ഓക്കെ, സഹോദരൻ, സഹോദരനെ കൊല്ലുന്നു, സഹോദരൻ. ഫ്രാട്രിസൈഡ്, ഫ്രാതാവ് എന്നുള്ള കോഡ് വെച്ചിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഫ്രാതാവ്, ഫ്രാട്രിസൈഡ് മീൻസ് സഹോദരനെ കൊല്ലുന്നത്. ഫിലിസൈഡോ, ഫിലിസൈഡ് കില്ലിംഗ് ഓഫ് വൺസ് സൺ ഓർ ഡോട്ടർ, ഒരാൾ അയാളുടെ മകനെയോ മകളെയോ കൊല്ലുന്നത്. ഫിലിസൈഡ് എന്ന് പറയുന്നു. ഫിലിസൈഡ്, വൺസ് സൺ ഓർ ഡോട്ടർ, ഫിലിസൈഡ് എന്ന് പറയുന്നത്. യൂക്സോറിസൈഡ്, യൂക്സോറിസൈഡ് കില്ലിംഗ് ഓഫ് വൈഫ്, കില്ലിംഗ് ഓഫ് വൈഫ്, ഭാര്യയെ കൊല്ലുന്നത്. യൂക്സോറിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് വൈഫ്, ഭാര്യയെ കൊല്ലുന്നത്. റെജിസൈഡ്, റെജിസൈഡ് എന്ന് പറയുമ്പോൾ കില്ലിംഗ് ഓഫ് കിങ്. റെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഭരണം എന്നല്ലേ, റെയിൻ. റെയിൻ എന്ന് പറയുമ്പോൾ ഭരണം, ഭരണം, ഭരണത്തിലിരിക്കുന്നത് രാജാവ്. അപ്പോ രാജാവിനെ കൊല്ലുന്നത്, രാജാവിനെ കൊല്ലുന്നു. അപ്പൊ റെയിൻ എന്ന് പറയുന്ന വേർഡ് അല്ലെ, റെയിൻ. റെജിസൈഡ്, റെജിസൈഡ് മീൻസ് റെയിൻ അല്ലെ. എന്താണ്? റെയിൻ ചെയ്യുന്നത് ആരാണ്? കിങ് ആണ്, ഭരിക്കുന്നത് രാജാവാണ്, കിങ്, കില്ലിംഗ് ഓഫ് കിങ്. ഹോമിസൈഡ് ആണെങ്കിലോ, ഹോമിസൈഡ് ഹ്യൂമൻ, ഒരു വ്യക്തി, ഒരു മനുഷ്യനെ കൊല്ലുന്ന. ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ ഹ്യൂമനെ കൊല്ലുന്നതാണ് കില്ലിംഗ് ഓഫ് ഹ്യൂമൻ, ഹോമിസൈഡ്. ഒന്നുകൂടെ പറയാം, പാട്രിസൈഡ് കില്ലിംഗ് ഓഫ് ഫാദർ ആണ്, പിതാവിനെ കൊല്ലുന്നതാണ് പാട്രിസൈഡ്. മാട്രിസൈഡ് ആണെങ്കിലോ മദർ, മാതാവിനെ കൊല്ലുന്നത്, കില്ലിംഗ് ഓഫ് മദർ. അപ്പോ സൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പാട്രിസൈഡ് കില്ലിംഗ് ഓഫ് ഫാദർ, പിതാവിനെ കൊല്ലുന്നത്. മാട്രിസൈഡ് കില്ലിംഗ് ഓഫ് മദർ, മാതാവിനെ കൊല്ലുന്നത്. സോറോറിസൈഡ് കില്ലിംഗ് ഓഫ് സിസ്റ്റർ, സഹോദരിയെ കൊല്ലുന്നത്. ഫ്രാട്രിസൈഡ് കില്ലിംഗ് ഓഫ് ബ്രദർ, സഹോദരനെ കൊല്ലുന്നത്. അടുത്ത ഫിലിസൈഡ് കില്ലിംഗ് ഓഫ് വൺ സൺ ഓർ ഡോട്ടർ, മകനെയോ മകളെയോ കൊല്ലുന്നതിനെ ഫിലിസൈഡ് എന്ന് പറയാം. യൂക്സോറിസൈഡ് മീൻസ് കില്ലിംഗ് ഓഫ് വൈഫ്. റെജിസൈഡ് കില്ലിംഗ് ഓഫ് കിങ്, രാജാവിനെ കൊല്ലുന്നത്. ഹോമിസൈഡ് കില്ലിംഗ് ഓഫ് ഹ്യൂമൻ, ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് ഹ്യൂമൻ. അപ്പോ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലിംഗ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്ത വാക്ക് നോക്കിയേ, ഇൻഫന്റിസൈഡ്. ഇൻഫന്റിസൈഡ്, ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ, ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ശിശു, ശിശു എന്നാണ്. കില്ലിംഗ് ഓഫ് എ ചൈൽഡ്, കില്ലിംഗ് ഓഫ് എ ചൈൽഡ്, ഒരു കുട്ടിയെ കൊല്ലുന്നതിന് നമ്മൾ ഇൻഫന്റിസൈഡ് എന്ന് പറയും. അപ്പൊ ആ വേർഡ് തന്നെയുണ്ട്, എന്താണ്? ഇൻഫന്റ്, ഇൻഫന്റ്. സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കില്ലിംഗ് എന്നാണ് പറയുക. അപ്പൊ ഇൻഫന്റിസൈഡ്, ശിശു എന്ത് ചെയ്യുക, ശിശുഹത്യ എന്ന് പറയത്തില്ല, ശിശുവിനെ കൊല്ലുന്നത് അല്ലെ, ഒരു കൊച്ചിനെ കൊല്ലുന്നത്, അതാണ് ഇൻഫന്റിസൈഡ്. സൂയിസൈഡ് ആണെങ്കിലോ എൻഡിങ് വൺസ് ഓൺ ലൈഫ്, ആത്മഹത്യ ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് എന്ന് പറയും, ആത്മഹത്യ. എൻഡിങ് വൺസ് ഓൺ ലൈഫ്. സൈഡ് മീൻസ് കില്ലിംഗ് അല്ലെ, സ്വയം കൊല്ലുക, ആത്മഹത്യ ചെയ്യുന്നതിനെ സൂയിസൈഡ് എന്ന് പറയും. ജനസൈഡ്, ജനസൈഡ് എന്താണ്? ദ മർഡർ ഓഫ് എ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളെ കൊല്ലുന്നത്. നമ്മൾ ഇതിനെ നമുക്ക് എന്താണ് വംശഹത്യ എന്ന് പറയാം. വംശഹത്യ മീൻസ് ഒരു കൂട്ടം ആളുകളെ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാരെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, കൊല്ലുക. അതിന് നമുക്ക് ജനസൈഡ് എന്ന് പറയാം. എന്ത് പറയാം? ജനസൈഡ് എന്ന് പറയാം. ദ മർഡർ ഓഫ് എ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാരെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, കൊല്ലുന്നതിനെ നമുക്ക് ജനസൈഡ് എന്ന് പറയാം, വംശഹത്യ എന്ന് പറയാം. പിന്നെന്താണ് അമിസൈഡ്? അമിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? കില്ലിംഗ് ഓഫ് എ ഫ്രണ്ട്, ഒരു സുഹൃത്തിനെ കൊല്ലുക. കില്ലിംഗ് ഓഫ് എ ഫ്രണ്ട്, ഒരു സുഹൃത്തിനെ കൊല്ലുന്നതിനെ അമിസൈഡ് എന്ന് പറയും. അമി എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് കേട്ടോ. അമി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നുള്ള അർത്ഥം. ഫ്രണ്ട് മീൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്ന് പറയാം. അമി എന്ന് പറയുന്ന വേർഡ് വന്നാൽ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഫ്രണ്ട്ലി, അതായത് അമിക്കബിൾ, അമിയബിൾ, ഇതൊക്കെയാണ് അമിക്കബിൾ, അമിയബിൾ. ഇതിന്റെ അർത്ഥം ഫ്രണ്ട്ലി എന്നാണ്. ഫ്രണ്ട്ലി, സൗഹൃദപരമായി, ഫ്രണ്ട്ലി. ഓക്കെ, അപ്പോ അമി എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്ന് വരാം.
അമിക്കബിൾ ഓർ അമിയബിൾ എന്താണ്? ഫ്രണ്ട്ലി എന്നാണ്. അമിസൈഡ് ആണെങ്കിലോ, അമി എന്ന് പറയുന്ന വേർഡ് ഫ്രണ്ട് ആണെങ്കിൽ കില്ലിംഗ് ഓഫ് എ ഫ്രണ്ട് ആണ് അമിസൈഡ്. കില്ലിംഗ് ഓഫ് എ ഫ്രണ്ട് ആണ് അമിസൈഡ്. അപ്പൊ ഇൻഫന്റിസൈഡ് കില്ലിംഗ് ഓഫ് എ ചൈൽഡ്, സൂയിസൈഡ് എൻഡിങ് വൺസ് ഓൺ ലൈഫ്, ജനസൈഡ് ദ മർഡർ ഓഫ് എ ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വംശഹത്യ എന്ന് പറയാം. അമിസൈഡ് കില്ലിംഗ് ഓഫ് എ ഫ്രണ്ട്. അമി എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം ഫ്രണ്ട് എന്നാണ്. രണ്ട് വേർഡ് ഒന്ന് കാണാതെ പഠിക്കുക. എന്താണ്? അമിക്കബിൾ, അമിയബിൾ. അമിക്കബിൾ, അമിയബിൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഫ്രണ്ട്ലി എന്നാണ്, സൗഹൃദപരമായി എന്നാണ്, ഫ്രണ്ട്ലി എന്നാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 റൂട്ട് വേർഡും അതുമായി ബന്ധപ്പെട്ട വൊക്കാബുലറിയുമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. അപ്പൊ വരുന്ന ക്ലാസ്സുകളിലും റൂട്ട് വേർഡ്സും അതുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടുതൽ വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.